വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് നിർദ്ദിഷ്ട മലയോര ഹൈവേ റോഡിന് സമീപത്തായി 1/4 കോടി രൂപയുടെ മൂല്യമുള്ള സ്ഥലം നൽകാൻ കൂമ്പാറ സ്വദേശി ജിമ്മി ജോർജ്. വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ സ്ഥലം നൽകുമെന്ന് കോഴിക്കോട് രൂപത ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിൻ്റെ പ്രഖ്യാപനമാണ് തൻ്റെ സ്ഥലം നൽകാൻ പ്രചോദനമായതെന്നും സ്ഥലം താൻ കത്തോലിക്ക സഭയെ ഏൽപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ജിമ്മി ജോർജ് കൂട്ടിച്ചേർത്തു. കോഴിക്കോട് ബിഷപ്പ് ബഹുമാന്യനായ വർഗീസ് ചക്കാലക്കൽ പിതാവിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ദുരന്തത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് വീട് വെക്കുന്നതിന് വേണ്ടി കോഴിക്കോട് രൂപതയുടെ സ്ഥലം നൽകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഒരു രൂപതയുടെ പൊതുവിലുള്ള സ്വത്ത് വിട്ടുകൊടുക്കണമെങ്കിൽ വളരെയധികം തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു. ഒത്തിരി പേർ കൂടിയാലോചിച്ചിട്ടുണ്ട്, തീരുമാനം എടുക്കുക. ഒരു വ്യക്തിയായ എനിക്ക് എന്തുകൊണ്ട് സ്ഥലം സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കാവുന്ന എന്തുകൊണ്ട് ഞാൻ സ്ഥലം വിട്ടുകൊടുത്താൽ എന്നില്ല എന്നൊരു ചിന്ത എന്നെ ഉള്ളിൽ വന്നു. അങ്ങനെയാണ് പാരമ്പര്യമായി എൻ്റെ പിതാവിൽ നിന്നും എനിക്ക് കിട്ടിയ 2 ഏക്കർ 45 സെൻറ്റ് സ്ഥലത്തിൽ 25 സെൻറ്റ് സ്ഥലം വീട് വിൽറ്റ് നൽകുന്നതിന് വേണ്ടി കത്തോലിക്ക സഭയെ ഏൽപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചതും നിർദ്ദിഷ്ട മലയോര ഹൈവേയുടെ ഓരം ചേർന്നാണ് 25 സെൻറ്റ് സ്ഥലം നൽകുന്നത്. ഹൈവേയോട് ഫേസ് ചേർന്ന് മുഖം ചേർന്ന് വരത്തക്ക രീതിയിൽ 5 വീടുകൾ പണിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കത്തോലിക്ക സഭയുടെ സർവീസ് സംഘടന അത് ഏറ്റെടുത്ത് കഴിയുമ്പോൾ അവരായിരിക്കും തീരുമാനിക്കുന്നതും നടത്തിപ്പ് വരുത്തുന്നതും. വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് വയ്ക്കുന്നതിന് വേണ്ടി സ്ഥലം വിട്ടു നൽകാൻ തയ്യാറാണെന്ന കോഴിക്കോട് രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചത്, രൂപതയുടെ കീഴിലുള്ള പൊതുവിലുള്ള സ്വത്ത് വിട്ടു നൽകുമെന്നുണ്ടെങ്കിൽ വളരെയധികം ചർച്ചകളും തീരുമാനങ്ങളും എടുക്കേണ്ടിയിരിക്കുന്നു. സ്ഥലം വിട്ടുകൊടുക്കുന്നതിന് യാതൊരു കൂടിയാലോചനയും വേണ്ടാത്ത തനിക്ക് എന്തുകൊണ്ട് നൽകിക്കൂടാ? ഈ ചിന്ത പ്രകാരമാണ് തൻ്റെ സ്ഥലം ദുരിതബാധിതർക്ക് നൽകാൻ തീരുമാനിച്ചതെന്ന് ജിമ്മി പറയുന്നു. കോഴിക്കോട് ജില്ലാ കോടതിയിൽ 28 വർഷമായി വക്കീലായി സേവനമനുഷ്ഠിക്കുന്ന ജിമ്മി ജോർജ് ഇപ്പോൾ കേരള വാട്ടർ അതോറിറ്റി ജില്ലാ സ്റ്റാൻഡിംഗ് കൗൺസിലായി സേവനം ചെയ്യുകയാണ്.